ഹലോ ഗൈസ്, വെൽക്കം ടു MFC ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SQLിലെ കൺസ്ട്രെയിൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതായത് ഈ കൺസ്ട്രെയിൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർട്ടൻ റൂൾസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് നമ്മൾ ഒരു ഡാറ്റാബേസ് ടേബിൾ ലെവലിലോ അല്ലെങ്കിൽ ഒരു കോളം ലെവലിലോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന കുറച്ച് റൂൾസ് അല്ലെങ്കിൽ കണ്ടീഷൻസിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ SQLിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്തു വരുന്ന കുറച്ച് കൺസ്ട്രെയിൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കൺസ്ട്രെയിൻ നോട്ട് നൾ കൺസ്ട്രെയിൻ ആണ്. ഓക്കെ, അതായത് ഒരു ഡാറ്റാബേസിൽ ഒരു കോളത്തിന്റെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് നൾ ആണ്. അതായത് നമ്മൾ ഒരു ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വാല്യൂ ഒന്നും കൊടുത്തില്ല, ഒരു പെർട്ടിക്കുലർ കോളത്തിന് വാല്യൂ ഒന്നും നമ്മൾ ഇൻസേർട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ നൾ ആണ് വരിക. ഇപ്പൊ ഈ ഒരു കേസിൽ, അതായത് എന്റെ കയ്യിൽ ഒരു സ്റ്റുഡൻസ് ടേബിൾ ഉണ്ട്. സോ ഇതിന്റെ ഡിഫോൾട്ട് ഇവിടെ ഞാൻ ആദ്യത്തെ കുറച്ച് സ്റ്റുഡൻസിന് ഇമെയിൽ എൻ്റർ ചെയ്തിട്ടില്ല. സോ അവർക്കെല്ലാം ഡിഫോൾട്ട് ആയിട്ട് നൾ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇപ്പൊ ലെറ്റ്സ് സേ എനിക്ക് നൾ വരാൻ പാടില്ല. എങ്ങനെയായാലും ആ ഒരു കോളത്തിൽ ആ ഒരു റെക്കോർഡിന് വാല്യൂ വേണം. ഇപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ എനിക്ക് ഒരിക്കലും ഇമെയിൽ നള്ളായിട്ട് വരാൻ പാടില്ല. എൻ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുന്ന എല്ലാ യൂസേഴ്സിനും ഒരു ഇമെയിൽ വേണം, അതൊരിക്കലും നള്ളാകരുത്. ഓക്കെ, ഇങ്ങനെ ഒരു കണ്ടീഷൻ ആണ് എനിക്ക് വേണ്ടത്. സോ ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് നോട്ട് നൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നോട്ട് നൾ കൺസ്ട്രെയിൻ യൂസ് ചെയ്യാവുന്നത്. നമ്മൾ ആ ഒരു ടേബിൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് നോട്ട് നൾ എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി കൺസ്ട്രെയിൻ കൂടെ അതിന്റെ കൂടെ കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്തതിന് ശേഷവും നമുക്ക് ആ ടേബിളിന് അൾട്ടർ ചെയ്തുകൊണ്ട് നോട്ട് നൾ പ്രോപ്പർട്ടി കൊടുക്കാവുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യുണീക്ക് കൺസ്ട്രെയിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഈ കൺസ്ട്രെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കോളത്തിൽ ആ ഒരു നമ്മൾ ഏത് കോളത്തിനാണോ നമ്മൾ യുണീക്ക് കൺസ്ട്രെയിൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആ കോളത്തിൽ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വരത്തില്ല. ഓക്കെ, അതിലൊരിക്കലും ഒരു സെയിം വാല്യൂ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല. ഇപ്പൊ ഈ ഒരു ടേബിളിന്റെ കേസിൽ തന്നെ ഇവിടെ എനിക്ക് ഇമെയിൽ ഫീൽഡ്, അതായത് ഓരോ യൂസേഴ്സിന്റെയും ഇമെയിൽ ഡിഫറെന്റ് ആയിരിക്കണം. ഒരിക്കലും രണ്ട് യൂസേഴ്സിന് സെയിം ഇമെയിൽ റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല. ഓക്കെ, ആ ഒരു കേസിൽ എനിക്ക് ഈ ഇമെയിൽ ഫീൽഡിലോട്ട് യുണീക്ക് കൺസ്ട്രെയിൻ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ആ ഒരു കണ്ടീഷനും ഡാറ്റാബേസ് ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്തോളും. ഓക്കെ, ഇൻ കേസ് നമ്മൾ ഏതെങ്കിലും ഒരു യൂസറിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ മുമ്പ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള സെയിം ഇമെയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു എറർ കിട്ടും, ആ ഒരു ഡാറ്റാബേസിലോട്ട് ഇൻസേർട്ട് ആവില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡ്യൂപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യുണീക്ക് കൺസ്ട്രെയിൻ യൂസ് ചെയ്യുന്നത്. അടുത്ത കൺസ്ട്രെയിൻ ആണ് പ്രൈമറി കീ. ഓക്കെ, പ്രൈമറി കീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഡാറ്റാബേസ് ടേബിളിലെ ഓരോ റെക്കോർഡിനെയും യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു കീ. ഓക്കെ, ആ കീ യുണീക്ക് ആയിരിക്കും, അതുപോലെ തന്നെ നോട്ട് നൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു കീനെയാണ് അല്ലെങ്കിൽ ആ ഒരു കോളമാണ് നമ്മൾ പ്രൈമറി കീ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ലെറ്റ്സ് സേ ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ എല്ലാ ആളുകൾക്കും ആധാർ കാർഡ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഓരോ ആളുകളെയും യുണീക്ലി ഐഡന്റിഫൈ ചെയ്യുന്നത് ആ ഒരു ആധാർ നമ്പർ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇതുപോലെ ഡാറ്റാബേസിലെ ഓരോ റെക്കോർഡിനെയും യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു കീ ആണ് പ്രൈമറി കീ. ഈ ഒരു ടേബിളിന്റെ കേസിലാണെങ്കിൽ ഇവിടെ ഞാൻ ഐഡി ആണ് പ്രൈമറി കീ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ പ്രൈമറി കീ ഒന്നെങ്കിൽ ഒരു സിംഗിൾ കോളം ആവാം, അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കോളത്തിന്റെ ഒരു കോമ്പിനേഷനും നമുക്ക് പ്രൈമറി കീ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പ്രൈമറി കീ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, സോ അടുത്ത കൺസ്ട്രെയിൻ ആണ് ഫോറിൻ കീ കൺസ്ട്രെയിൻ. ഓക്കെ, ഈ ഫോറിൻ കീ കൺസ്ട്രെയിൻ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് രണ്ട് ടേബിളുകളെ തമ്മിൽ റിലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് സേ എന്റെ കയ്യിൽ യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് യൂസേഴ്സിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാനായിട്ട് വേറൊരു ടേബിൾ ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ യൂസർ ടേബിളിൽ യൂസറുടെ നെയിം, അതുപോലെ തന്നെ ഇമെയിൽ, പാസ്വേഡ്, ഇത്രയും ഡാറ്റ സ്റ്റോർ ചെയ്യും. ഈ അഡ്രസ് ടേബിൾ നമ്മൾ ഓരോ യൂസറിന്റെയും അഡ്രസ് റെസിഡൻഷ്യൽ അഡ്രസ് നമ്മൾ സ്റ്റോർ ചെയ്യും. പ്ലേസ്, അതുപോലെ കൺട്രി, സ്റ്റേറ്റ്, ഇങ്ങനെ തുടങ്ങി. ഓക്കെ, പക്ഷെ അപ്പൊ ഈ രണ്ട് ടേബിൾ, അതായത് നമ്മൾ അഡ്രസ് ടേബിളിലുള്ള ഓരോ റെക്കോർഡും ഏത് യൂസറുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു കീ, അതായത് ഈ യൂസർ ടേബിളിലുള്ള യൂസറുടെ പ്രൈമറി കീ കൂടെ നമ്മൾ അഡ്രസ് ടേബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഈ അഡ്രസ് ടേബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഈ യൂസർ ടേബിളിലെ പ്രൈമറി കീനെയാണ് നമ്മൾ ഫോറിൻ കീ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോറിൻ കീ, അത് ഒരു ടേബിളിലുള്ള ഫോറിൻ കീ എന്ന് പറയുന്നത് മറ്റൊരു ടേബിളിലെ പ്രൈമറി കീ ആയിരിക്കും. ഓക്കെ, ഇതിനെക്കുറിച്ച് നമുക്ക് ജോയിൻസും അതുപോലെ തന്നെ റിലേഷൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത കൺസ്ട്രെയിൻ ആണ് ചെക്ക് കൺസ്ട്രെയിൻ. ലെറ്റ്സ് സേ എനിക്ക് ഈ സ്റ്റുഡൻസ് ടേബിളിൽ എനിക്കൊരു ജെൻഡർ എന്ന് പറയുന്ന ഒരു കോളം കൂടെ ഉണ്ട്. ഓക്കെ, സോ ആ ജെൻഡർ കോളത്തിൽ ഞാൻ അലോ ചെയ്യുന്ന വാല്യൂസ് മെയിൽ ആൻഡ് ഫീമെയിൽ. ഓക്കെ, ഈ രണ്ട് വാല്യൂസിൽ ഏതെങ്കിലും ആയിരിക്കണം അവിടെ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അതിന് പകരം ലൈക്ക് ഹലോ ഹായ് എന്നുള്ള വേറെ ഒരു ടെക്സ്റ്റോ സ്ട്രിങ്ങോ എനിക്ക് ആ കോളത്തിൽ വരാൻ പാടില്ല. ഓൺലി മെയിൽ ഓർ ഫീമെയിൽ. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെക്ക് കൺസ്ട്രെയിൻ യൂസ് ചെയ്യാം. ഓക്കെ, ചെക്ക് കൺസ്ട്രെയിനിൽ നമുക്ക് ഈ ഒരു
രണ്ട് വാല്യൂസ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. സോ ഇനി ഏത് റെക്കോർഡ് നമ്മൾ ആ ടേബിളിലോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോഴും ഇതിൽ ഏതെങ്കിലും വാല്യൂസ് മാത്രമേ ആ ഒരു കോളത്തിലോട്ട് എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇങ്ങനെ നമ്മുടെ വാല്യൂസ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് കൺസ്ട്രെയിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൺസ്ട്രെയിൻ ആണ് ഡിഫോൾട്ട് കൺസ്ട്രെയിൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഒരു കോളത്തിന്റെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് നോട്ട് നൾ ആണ്. ഓക്കെ, അതിന് പകരം ഇപ്പൊ യൂസർ ആ ഒരു കോളത്തിലോട്ട് ഒരു വാല്യൂസും എൻ്റർ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിഫോൾട്ട് വാല്യൂ അതിലോട്ട് എൻ്റർ ആവും. ഓക്കെ, ഇപ്പൊ ലെറ്റ്സ് സേ എനിക്ക് ഈ ടേബിളിനകത്ത് ഒരു ക്രിയേറ്റഡ് അറ്റ് എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്. ഓക്കെ, ആ കോളത്തിലോട്ട് ഒന്നും ഇൻസേർട്ട് മീൻ ആ ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റഡ് അറ്റ് എന്ന് പറയുന്ന കോളത്തിലോട്ട് വാല്യൂ ഒന്നും കൊടുത്തില്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് ആൻഡ് ടൈം അതിലോട്ട് സ്റ്റോർ ആവും ഡിഫോൾട്ട് വാല്യൂ ആയിട്ട്. ഓക്കെ, അപ്പൊ ആ ക്രിയേറ്റഡ് അറ്റിൽ എനിക്ക് ഡിഫോൾട്ട് വാല്യൂ ആയിട്ട് ആ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡേറ്റ് ടൈം സ്റ്റാമ്പ് ആണ് എനിക്ക് അതിലോട്ട് സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഡിഫോൾട്ട് വാല്യൂ യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് ഈ കൺസ്ട്രെയിൻ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഒരു ഡാറ്റാബേസിൽ ഡിഫൈൻ ചെയ്യാം. ഒന്നെങ്കിൽ നമ്മൾ ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കൺസ്ട്രെയിൻസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്തതിനു ശേഷവും കൺസ്ട്രെയിൻസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഈ രണ്ട് മെത്തേഡ്സും നമുക്ക് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ വീഡിയോയിൽ ഇത്രേ പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.